ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു റെസിപ്പിയും കൂടിയും കാണിക്കാം, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ ഈ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നൊരു സാധനം ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ വേഗം പിടികിട്ടി കാണും. അല്ലാത്തവർക്ക് ഞാനെന്തൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, എളുപ്പത്തിൽ മുട്ട അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സാധാരണ നമ്മൾ കേക്കിനൊക്കെ മുട്ട അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. പിന്നെ നമുക്കത് കഴുകിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മൾ മുട്ട അടിക്കുക. അപ്പോൾ ഇതുകൊണ്ടായാലും നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതുകൊണ്ട് അടിക്കാനാവുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫോർക്കായാലും നമുക്ക് ശരിക്കും പതഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് മതി. ഇത് നല്ല അങ്ങോട്ട് പതപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു സ്പ്രിങ് ആണത്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചതാണത്. നല്ല ഒരു അടിപൊളി നല്ല സൂപ്പർ ഒരു സാധനമാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് മുട്ട അടിക്കുന്നതെങ്കിൽ നമുക്ക് കൈ കഴക്കുക അല്ലെങ്കിൽ കൈ വേദനിക്കുകയൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് പോലും പതപ്പിച്ചെടുക്കാൻ പറ്റും. അത്രയും സുഖമായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നല്ല കേട്ടോ. ഇനി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ എങ്ങനെയാണ് പതപ്പിച്ചെടുക്കാൻ നോക്കുകയാണ്. നമുക്കിത് മഞ്ഞക്കരും അതുപോലെ തന്നെ വെള്ള വെവ്വേറെയൊക്കെ ഇട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വേറൊരു ടെക്സ്ചറാണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുക. ഇത് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ എളുപ്പമായിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത്, കുറച്ചൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓംലെറ്റ്. നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ പൊസിഷനിൽ നമുക്ക് അനക്കാതെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് അത് പതഞ്ഞു വരുന്നത് നോക്കൂ. ഒരു ബുദ്ധിമുട്ടില്ല. ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ അനുസരിച്ച് ഇതിങ്ങനെ പതഞ്ഞ് വരും, പെട്ടെന്നാവും. അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ അത് അടിക്കാൻ. ഇത്രയും മതി. അപ്പോൾ ഒരു അധ്വാനവും ഇല്ലാതെ നമുക്ക് ഇതിങ്ങനെ മീതയ്ക്കും താഴേക്കും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് അടിച്ച് കിട്ടും. പിന്നെ ഇത് കഴുകാനൊന്നും കണ്ടില്ലേ, ഒരു ബുദ്ധിമുട്ടില്ല. ടാപ്പിൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിക്കേ വേണ്ടൂ നമുക്കിത് കഴുകിയെടുക്കാൻ. അപ്പോൾ അത് എത്ര എളുപ്പമാണ്. കണ്ടില്ലേ നല്ല പതഞ്ഞു വന്നിട്ടത്, തനി പതയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിനധികം വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഒരു 200 രൂപയുടെ താഴെ ഉള്ളൂ. ആ റേഞ്ചിൽ നമുക്ക് പലതരത്തിലുള്ളതും കിട്ടും. വുഡൻ ഹാൻഡിലും പിന്നെ താഴെ സ്പ്രിങ് അങ്ങനെയുള്ളത് കിട്ടും. കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റീലിൻ്റെ, ഇത് സ്റ്റീലാണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സംഭവം. ഒരു 150 ആ റേഞ്ചിലൊക്കെയും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റുള്ള ചേരുവകൾ ഞാൻ പറയാം. ഒരു ലേശം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഓംലെറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണത്. നമ്മൾ ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അവർ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇട്ട് മിക്സ് ചെയ്യാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ
സവാള കുറച്ച്, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റുക. ഈ ഉള്ളിയിലേക്കും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പതപ്പിച്ച് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിട്ട് ഉണ്ടാക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്കിത് ചിക്കി പരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ല വലിയ ഓംലെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കണ വെച്ചാൽ അതുപോലും ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ സ്പ്രിങ് വാങ്ങിച്ചാൽ മതി, ഇതിലധികം വിലയൊന്നുമില്ല. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഷോപ്സിലൊക്കെ ഇത് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചാകുമ്പോൾ നമ്മളുടെ കൈ കഴയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓംലെറ്റൊക്കെ റെഡിയായി. അപ്പോൾ നമുക്കിനി വേറൊരു ഈസി റെസിപ്പി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.